സിറിയയിൽ അമേരിക്കൻ യുദ്ധവിമാനം ബോംബ് സ്ഫോടനം നടത്തി. വലിയ നാശങ്ങളും നഷ്ടങ്ങളും മരണങ്ങളും ഈ മേഖലയിൽ നിന്ന് ഇപ്പോൾ റിപ്പോർട്ട് വരികയാണ്. 2025 ജനുവരി 30 പുതിയ സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ആദ്യമായിട്ടാണ് സിറിയയുടെ അകത്ത് അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ ഇടിച്ചു കയറിയിട്ട് ഇത്തരം ഒരു ആക്രമണം നടത്തുന്നത്. 2024 ഡിസംബർ 8 അസദ് രക്ഷപ്പെട്ടുകൊണ്ട്, അതായത് ഭരണം വീണ കാലമുണ്ടാകുന്നത്. പിന്നീട് ഏറ്റവും ശാന്തവും സമാധാനവും സുന്ദരവുമായിരിക്കുന്ന ഒരു രാജ്യത്തെ സൃഷ്ടിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അഹമ്മദ് അൽ ഷാറ എന്ന അൽ ഖ്വയ്ദ തീവ്രവാദി നേതാവിനെ സിറിയയുടെ പ്രസിഡന്റായിട്ട് അമേരിക്കയുടെ പ്രസിഡന്റ് പ്രഖ്യാപിച്ചത്. സൗദി അറേബ്യയിൽ വലിയ രീതിയിലുള്ള സ്വീകരണം നൽകി. ഈ രാജ്യത്തെ കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട്, പുതിയ രാജ്യം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവിധ സഹായങ്ങളും നൽകും എന്ന് മാത്രമല്ല, വൻതോതിൽ സാമ്പത്തിക സഹായ പാക്കേജും സിറിയക്ക് വേണ്ടി ഈ അൽ ഖ്വയ്ദ ഭീകര നേതാവായിരിക്കുന്ന അഹമ്മദ് അൽ ഷാറ എന്ന പ്രസിഡന്റിന് പ്രഖ്യാപിക്കുകയും ചെയ്തു. $10 മില്യൺ അഹമ്മദ് അൽ ഷാറ എന്ന് പറയുന്ന ഭീകരവാദിയുടെ തലക്ക് വിലയിട്ടിരുന്ന ആളായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അയാൾ തന്നെയാണ് പിന്നീട് ആ കേസും ആ പരാതികളെല്ലാം പിൻവലിച്ചുകൊണ്ട് പുതിയ രാഷ്ട്ര നേതാവായിട്ട് അൽ ഷാറയെ അംഗീകരിക്കണമെന്ന് സിറിയക്കാരോട് പറയുകയും ചെയ്തത്. ഇങ്ങനെയാണ് ഭീകരവാദവും അവർക്ക് താല്പര്യമുള്ള സാഹചര്യം എത്തുന്ന സമയത്ത് അവരുടെ നിലപാട് മാറ്റവും ഈ സിറിയയിലൂടെ ലോകം കണ്ടു എന്നൊരു പ്രത്യേകതയുണ്ട്. ഇപ്പോഴത്തെ നിലവിൽ അവസ്ഥ എന്ന് പറയുന്നത്, ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പാൽക്കയൽ എന്ന് പറയുന്ന സിറിയയുടെ തന്ത്രപ്രധാനമായിരിക്കുന്ന നഗരത്ത് 2 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു. ഒരു പരിഭാഷകനെയും വെടിവെച്ച് കൊന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് IS ഭീകരവാദികളാണ് ചെയ്തത്. ആയതിനാൽ തന്നെ അവരെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക വലിയ രീതിയിലുള്ള മുന്നൊരുക്കത്തോടു കൂടി സിറിയയിലേക്ക് ഇടിച്ചു കയറി എന്നാണ് പറയപ്പെടുന്നത്. ആയുധപ്പുരകളും പരിശീലന കേന്ദ്രങ്ങളും കമാൻഡ് സെൻറ്ററുകളും ഈ നശിപ്പിച്ചു, അല്ലെങ്കിൽ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത് എന്ന് അമേരിക്ക ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചു. IS ഭീകരവാദികൾ ഒളിച്ചിരുന്ന സർവ്വമേഖലയിൽ കണ്ടെത്തിക്കൊണ്ട് തങ്ങൾക്ക് അവിടെ ആക്രമണം നടത്താൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. ജോർദാൻ്റെ സൈന്യവും ഈ കാര്യത്തിൽ തങ്ങളെ സഹായിച്ചു. അസദ് പോയിട്ടുണ്ടെങ്കിലും, അസദ് ഭരണകൂടം അട്ടിമറിയപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം റഷ്യയിലേക്ക് രാജ്യം വിട്ടു പോയിട്ടുണ്ടെങ്കിലും IS ഈ മേഖലയിൽ ഇപ്പോഴും സജീവമാണ്. എന്നാൽ ഇത്രയും കാലത്തിനിടയിൽ അമേരിക്കൻ സൈനികരും പുതിയ ഭരണ സംവിധാനം എന്തെടുക്കുകയായിരുന്നു എന്ന് മറ്റ് പല മാധ്യമങ്ങളും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചു. പൂർണ്ണമായ രീതിയിൽ ഭീകര സംവിധാനത്തെ ഇല്ലാതാക്കാൻ തങ്ങൾക്ക് ഒരുപാട് ദിവസങ്ങളൊന്നും വേണ്ടിവരില്ല. അതിൻ്റെ ഏറ്റവും വലിയ കഠിനമായിരിക്കുന്ന പ്രയത്നത്തിലാണ് അഹമ്മദ് അൽ ഷാറയും തങ്ങളും എന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ പറഞ്ഞതാണ്. എന്നിട്ടും ഇപ്പോൾ അവർ പറയുന്നു IS ചില മേഖലയിൽ സജീവമാണ് എന്ന്. ഇത് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ് എന്ന് മാധ്യമങ്ങൾ ഇതിനെ വിമർശിച്ചുകൊണ്ട് പ്രതികരിക്കുകയും ചെയ്തു. അമേരിക്കയുടെ പ്രസിഡന്റ് പറഞ്ഞത് ഇങ്ങനെയാണ്: യുദ്ധത്തിൻ്റെ തുടക്കമായിട്ടുള്ളത്, ഇതൊരു യുദ്ധ ആരംഭമോ തുടക്കങ്ങളോ അങ്ങനെയൊന്നുമല്ല, ശത്രുവിനോടുള്ള പ്രതികാരമാണ്. IS തീവ്രവാദികൾ തങ്ങളുടെ സൈനികരെ ആക്രമിച്ച് കൊലപ്പെടുത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് അവരോടുള്ള പ്രതികാരം മാത്രമാണ്. അഥവാ സിറിയ തങ്ങളുടെ കൈവശത്തിലാണല്ലോ, തങ്ങളുടെ നിയന്ത്രണത്തിലാണ് അവർ ഭരണം നടത്തുന്നത്. പിന്നീട് അവർക്കെതിരെ, അതായത് രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യാൻ തങ്ങൾക്ക് താല്പര്യമില്ല എന്ന തരത്തിൽ സിറിയൻ സർക്കാരിന് സ്വാധീനം കുറഞ്ഞ മേഖലയുണ്ട് എന്ന് ഏറ്റവും ഒടുവിലായിട്ട് ഇപ്പോൾ അമേരിക്ക സമ്മതിച്ചു. ആദ്യം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ആദ്യഘട്ടത്തിലൊക്കെ ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും അതെല്ലാം ഇല്ലാതാക്കാൻ വേണ്ടി സാധിച്ചു. സമ്പൂർണ്ണമായിരിക്കുന്ന സിറിയ ഇപ്പം ഭരിക്കുന്ന സർക്കാരിൻ്റെ സംവിധാനത്തിൽ, അഥവാ അഹമ്മദ് അൽ ഷാറയുടെ ഭരണ സംവിധാനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് അവർ അവകാശപ്പെട്ടതാണ്. ഇപ്പോൾ പറയുന്നു പല മേഖലകളിലും ഇപ്പോഴും IS അല്ലെ തീവ്രവാദ സംഘം സജീവമാണ്. അവരുടെ കയ്യിൽ ആയുധങ്ങൾ എത്തുന്നുണ്ട്, അവരുടെ സംവിധാനങ്ങളുണ്ട്, അവരൊരു പക്ഷേ രാജ്യത്തിന് നേരെ ഇനിയും ആക്രമണം നടത്താൻ സാധ്യതയുണ്ട് എന്നുകൂടി പറയുകയാണ്. ഭരണത്തിൽ അട്ടിമറിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, അതായത് സിറിയയുടെ ഭരണം അട്ടിമറിച്ചതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് അതെങ്ങനെ പറഞ്ഞു: ഒരു ഭീകരവാദ സംവിധാനത്തെ നിയന്ത്രിക്കുകയും അതിന് സഹായം നൽകുകയും ചെയ്യുന്ന ഒരു ഭരണകൂടം അട്ടിമറിയുക എന്നുള്ളത് സ്വാഭാവികം. ജനാധിപത്യ സംവിധാന ക്രിയയെ അങ്ങനെ തന്നെ ഇല്ലാതാക്കുന്ന പ്രവൃത്തിയാണ് എല്ലാ കാലത്തും അസദ് ഭരണകൂടം അദ്ദേഹത്തിൻ്റെ പിതാവും ചെയ്ത്. 50 വർഷത്തോളം ഏറെക്കുറെ പിതാവും മകനും ആ രാജ്യം ഭരിച്ചു. ഏകാധിപത്യ സംവിധാനത്തിലൂടെ ഭരണം നടത്തിയത് കൊണ്ട് രാജ്യത്തിന് വലിയ പുരോഗതി ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, അവിടെ ഭീകരവാദ സംഘങ്ങൾക്ക് വളക്കൂറുള്ള മണ്ണായിട്ട് മാറുകയും ചെയ്തു. അതെല്ലാം മാസങ്ങൾക്കകം തങ്ങൾ പീതറിയും എന്ന് പറഞ്ഞു. ജനുവരി മാസത്തിലാണ് അധികാരത്തിലേറുന്നത് അഹമ്മദ് അൽ ഷാറ. 2020 ജനുവരി 30. നമ്മളിപ്പോൾ നിൽക്കുന്ന ഡിസംബറിൻ്റെ ഏറ്റവും അവസാന ആഴ്ചയിലാണ്.
എന്നിട്ടും അതായത് ഏകദേശം ഒരു വർഷമാറായിട്ടും ഇതിനൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടായിട്ട് നിലനിൽക്കുകയാണ്. ഇപ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്: ഇറാൻ്റെ പിന്തുണയുള്ള ചില മേഖലകൾ ഇവിടെ സജീവമാണ്. മിലിയ ശക്തി എന്ന് പറയുന്ന ഒരു സൈനിക ട്രൂപ്പ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആ സൈനിക ട്രൂപ്പിന് ആയുധങ്ങളോ സഹായങ്ങളോ നൽകുന്നത് ഇറാനാണ് എന്ന് സംശയിക്കുന്നു. അവരെ ഒതുക്കാൻ കൂടി ലക്ഷ്യം വെച്ചിട്ടാണ് ഈ ആക്രമണം നടത്തിയത് എന്ന് അത് ന്യായീകരണത്തിൻ്റെ ഭാഗമായിട്ട് പറയുന്നത് ഇങ്ങനെയാണ്: നിലവിൽ 800 മുതൽ 1000 US സൈനികരാണ് സിറിയയിലുള്ളത്. അത് ഔദ്യോഗികമായിരിക്കുന്ന ഈ സർക്കാരിൻ്റെ കണക്കിലാണ് അത് പറയുന്നത്. എന്നാൽ അതിൽ കൂടുതൽ ഒരുപാട് മേഖലയിൽ അമേരിക്കയുടെ സൈനികർ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. കുർദിഷ് മേഖല ഈ പറഞ്ഞ പോലെ ഒരു തീവ്രവാദ മേഖല പോലെ അല്ലെങ്കിൽ തീവ്രത ഉറ്റിയിരിക്കുന്ന ആശയക്കാർ നിലനിൽക്കുന്ന പ്രദേശത്തിൻ്റെ ഭാഗമായിട്ടോ യഥാർത്ഥത്തിൽ ഈ മേഖലയെ കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് ഈ മേഖലയിലൊക്കെ അമേരിക്കൻ സൈനികർ സജീവമാണ്. SDF എന്ന് പറയുന്ന ഒരു ട്രൂപ്പാണ് പ്രവർത്തിക്കുന്നത്. സിറിയൻ ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്നാണ് അതിൻ്റെ പേര്. അവർ അത്യാവശ്യം ഈ മിലിറ്ററി സംവിധാനങ്ങളുള്ള ട്രൂപ്പാണ്. അപ്പോൾ അവരാരെ പിന്തുണക്കുന്നു, അവരെ പിന്തുണക്കുന്നു, ആരാണ് അവരെ സഹായിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ട് ഇപ്പോഴും കൃത്യമായിരിക്കുന്ന വിവരം പുറത്തു വന്നിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ആദ്യത്തെ ബഷർ അൽ അസദ് ഭരണകാലത്ത് അദ്ദേഹം മുന്നോട്ട് വെച്ച അദ്ദേഹത്തിൻ്റെ ഭരണ സംവിധാന ക്രിയകൾക്ക് അപ്പുറം പുതിയതായിരിക്കുന്ന എന്തെങ്കിലും ഒരു മാറ്റങ്ങളോ പുതിയൊരു സമാധാനപരമായിരിക്കുന്ന എന്തെങ്കിലും സംവിധാനങ്ങളോ സൃഷ്ടിക്കുന്നതിൽ ഭരണകൂടവും ഈ അമേരിക്കയുടെ സഹായങ്ങളും പരാജയപ്പെട്ടു. അത് ഈ സിറിയയുടെ ഒരു പ്രതിപക്ഷ നേതാവ് ഇതിൻ്റെ ഇടയിൽ പറയപ്പെട്ടൊരു കാര്യം ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന പുറത്തു വന്നിട്ടില്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: രാജ്യസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട രാജ്യത്തിൻ്റെ ആയുധ ശേഖരങ്ങൾ അപ്പാടെ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി ഭരണകൂടം അധികാരത്തിൽ വന്ന ഉടനെ, അതായത് ഈ പറയപ്പെട്ട ജനുവരി 30 അധികാരത്തിൽ വന്ന ഉടനെ തന്നെ ഇസ്രായേൽ ശ്രമിച്ചപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്ത രാജ്യത്തിൻ്റെ പേര് അമേരിക്ക എന്നാണ്. എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുത്തു എന്ന് മാത്രമല്ല, രാജ്യത്തിൻ്റെ ഏത് ഭാഗത്താണ് യുദ്ധസാമഗ്രികളും സംവിധാനങ്ങളും യുദ്ധവിമാനങ്ങളും യുദ്ധക്കപ്പലുകളും പടക്കോപ്പുകളും ടാങ്കുകളും അടക്കമുള്ള സംവിധാനങ്ങൾ ഉള്ളത് എന്ന് ചോർന്നു പോയിരിക്കുന്നു. ഒരു റിപ്പോർട്ടിൽ ഇങ്ങനെ കാണാൻ പറ്റും: രാജ്യം വിട്ടുപോയ റഷ്യയുടെ പ്രസിഡന്റായിരുന്ന ബഷർ അൽ അസദ് തന്നെ ഈ കാര്യം ഇസ്രായേലിനോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്ന ദേശത്ത് ഇന്ന ഭാഗങ്ങളിലാണ് അതുള്ളത് എന്നുള്ളത്. എന്നാൽ അത് സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ടല്ല. ഭരണം അട്ടിമറിഞ്ഞതോട് കൂടിയിട്ട് അവിടുത്തെ സൈനിക കമാൻഡർമാരെ ചോദ്യം ചെയ്തതിൽ നിന്നോ അതല്ലെങ്കിൽ അവർ നൽകിയ വെളിപ്പെടുത്തലിൽ നിന്നോ ആണ് ഇസ്രായേലിന് ഈ കാര്യങ്ങൾ കിട്ടിയത് എന്നും പറയുന്നു. പിന്നെ മൊസാദ് പോലെയുള്ള ഈ ഇസ്രായേലിൻ്റെ ചാരസംഘം സിറിയയിൽ സജീവമാണ്. ചില മേഖലകളിൽ അവരിൽ നിന്നാണ് ചോർത്തപ്പെട്ടത് എന്നും പറയുന്നു. ഏതായിരുന്നാലും ഏകദേശം 35% സിറിയ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ കൈവശത്തിലുള്ള ആയുധങ്ങൾ അപ്പാടെ, രാജ്യത്തിൻ്റെ ആയുധങ്ങൾ അപ്പാടെ 7 ദിവസത്തിനിടയിൽ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് സാധിച്ചു എന്നുള്ളതാണ്. അതിശക്തമായിരിക്കുന്ന യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ശക്തമായിരിക്കുന്ന ബോംബും മിസൈലും പ്രയോഗിച്ചുകൊണ്ടാണ് ഈ നാശങ്ങളൊക്കെ വരുത്തിവെച്ചത്. അത് അമേരിക്ക കൃത്യമായ രീതിയിൽ അറിയാമായിരുന്നു. ഏതുപോലെ ഖത്തറിനെ ഇസ്രായേൽ ആക്രമിക്കുന്ന സമയത്ത് നോക്കി നിന്ന രാജ്യത്തിൻ്റെ പേര് അമേരിക്ക എന്നാണ്. അമേരിക്ക കൃത്യമായിരിക്കുന്ന ഈ ആക്രമണം അറിയാമായിരുന്നു എന്ന് മാത്രമല്ല, അമേരിക്കയും കൂടി ചേർന്ന് കൊണ്ടാണ് ഈ ഒരു ആക്രമണത്തിന് ഇസ്രായേൽ തയ്യാറെടുത്തത് എന്ന റിപ്പോർട്ടും ഇതിനിടയിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് അത് പിന്നാമ്പുറം പ്രവർത്തിച്ചത് അമേരിക്കയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്ന് ചുരുക്കം. അപ്പോൾ ഇവിടുത്തെ സിറിയയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ ചില മേഖലകളിലെല്ലാം 2 തരത്തിലുള്ള റിപ്പോർട്ട് കാണുന്നുണ്ട്. ചില മേഖലകളിൽ ഷിയ മിലീഷ്യകൾ, നല്ല ശതമാനം ഷിയാക്കളുള്ള രാജ്യമാണ് സിറിയ എന്ന് പറയുന്നത്. ആ ഷിയ വിഭാഗത്തിന് ഇറാനുമായിട്ട് വലിയ ബന്ധങ്ങളുണ്ട്. ഈ മേഖല ഇപ്പോൾ സജീവമായിട്ട് വരുന്നു. അതാണ് ഒന്ന്. രണ്ടാമത്തെ, ബഷർ അൽ അസദിൻ്റെ അദ്ദേഹത്തിൻ്റെ കുടുംബവും അദ്ദേഹത്തിനെ പിന്തുണക്കുന്നവരും അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട വലിയൊരു വിഭാഗങ്ങൾ, ചില ഗ്രാമപ്രദേശ മേഖലകൾ ഇപ്പോഴും അവർ ഭരണം നടത്തുന്നുണ്ട്. ആ പ്രദേശത്തേക്കൊന്നും സിറിയയുടെ സൈന്യം എത്തിപ്പെടാൻ പറ്റാത്ത വിധം അവർ വലിയ രീതിയിലുള്ള സൈനിക ശക്തിയും ബലവും സംഭരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഇന്ത്യയുടെ കാലാവസ്ഥയുടെ ചുറ്റുപാട് പോലെയല്ല സിറിയ ഭാഗത്തിലൊക്കെ ഗോത്രവർഗത്തിന് വലിയ രീതിയിലുള്ള സൈനികപരമായിരിക്കുന്ന ശക്തിയുള്ള പ്രദേശമാണ്. നാട്ടുരാജ്യം പോലെ അവിടെ ഗോത്രങ്ങൾ പ്രദേശങ്ങൾ ഭരിക്കുന്നു. അവിടേക്ക് സൈനികർ എത്തുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്, ശ്രമകരമാണ്. പിന്നെ ഏറ്റുമുട്ടലുകളും അപകടങ്ങളും ദുരന്തങ്ങളും അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടാവും. പല മേഖലയും അങ്ങനെ സജീവമാണ്. ഇറാഖിലും ചില മേഖല ഈ പറയപ്പെട്ട പോലെയുള്ള ഈ മേഖലകൾ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ പറയുന്നത് ഈ അഹമ്മദ് അൽ ഷാറ പലതരത്തിൽ ശ്രമം നടത്തിയിട്ടും
യഥാർത്ഥത്തിൽ ഇത്തരം ആളുകളെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ചില റിപ്പോർട്ടിൽ പറയുന്നു സൈനിക ബലം പ്രയോഗിച്ചുകൊണ്ട് അവരെ കീഴടക്കുക പ്രയാസമാണ്. ഷിയ മിലിഷ്യകളും അങ്ങനെ തന്നെയാണ്, അസദ് ഭരണകൂടത്തെ പിന്തുണക്കുന്ന വിഭാഗങ്ങളും അങ്ങനെ തന്നെയാണ്, ചില ഗോത്ര വിഭാഗങ്ങൾ മറ്റു ഭാഗങ്ങളിലും ഉണ്ട്, കുർദുകൾ വേറൊരു ഭാഗത്തുണ്ട്, ഈ പറയപ്പെട്ട STF എന്ന് പറയുന്ന ഒരു വിഭാഗം വേറെ ഭാഗത്ത് പ്രവർത്തിക്കുന്നു. അങ്ങനെ വ്യത്യസ്ത തുറകളിലും വ്യത്യസ്ത തലങ്ങളിലും വ്യത്യസ്ത രൂപത്തിൽ അവർ സൈനികമായിരിക്കുന്ന ബലവും ശക്തിയും ശേഖരിക്കുകയും സംഭരിച്ചും കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അമേരിക്കയും സിറിയയും നിലവിലെ സാഹചര്യത്തിൽ ഞെട്ടിപ്പിച്ചിരിക്കുന്ന കാര്യം.